നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറിയ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തി. വി ശ്രീധരൻ്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ. ആ വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ സംശയിക്കാത്തവരുടെ ഉള്ളിലും എന്തൊക്കെയോ ചില സംശയങ്ങൾ കടന്നുകൂടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനിയും UDF സുധാകരനെ സംശയിച്ചാലും അതിൽ തെറ്റു പറയാനില്ല. ചെയ്തു പോയ അബദ്ധമോർത്തുകൊണ്ട് കേരളത്തിലെ UDF പ്രവർത്തകർ ആകമാനം ഒരുമിച്ചിരുന്ന് അമ്പലപ്പുഴയിലിരുന്ന് കരഞ്ഞിരുന്നാലും അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. തോട്ടപ്പള്ളി പാലത്തിൻ്റെ ആ മുകളിൽ കയറുന്നുകൊണ്ട് അവർ കൃത്യമായിരുന്ന് ആ തോട്ടപ്പള്ളി കായലിലേക്ക് നോക്കിയിരുന്ന് കരഞ്ഞാലും വലിയ തെറ്റ് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം വേറൊന്നുമല്ല, ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ നമ്പിയതിൻ്റെ ഫലം അവർ അനുഭവിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അമ്പലപ്പുഴക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്ന് വെച്ചാൽ, ജി സുധാകരൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ആലോചിച്ചിട്ടാണ് ഇങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരു തീരുമാനം എടുത്തത് എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, അതിനകത്ത് വേറെ ആരുടെയും കൈകടത്തലിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിനകത്ത് മറ്റൊരു തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഭാര്യയോടും മകനോടും മാത്രം, അല്ലാതെ സ്വന്തം ബന്ധുക്കളോടോ അയൽവക്കക്കാരോടോ പോലും ആലോചിച്ചിട്ടല്ല ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതിൻ്റെ അർത്ഥം അന്നാട്ടിലുള്ള ഒരു കോൺഗ്രസ്സുകാരനോടോ ഒരു UDF പ്രതിനിധിയോടോ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അവൻ്റെ അനുവാദത്തോടോ കൂടിയല്ല ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം തിരഞ്ഞെടുത്തത്, ഞാൻ ഇതെൻ്റെ സ്വന്തമായി എൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ആലോചിച്ചിട്ടാണ് എന്നൊരു ധ്വനി കൂടി സുധാകരൻ്റെ ആ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ UDFകാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജനകീയ സ്വതന്ത്രം എന്നുള്ള പേരിൽ മത്സരിച്ചത്. എന്നിരുന്നാൽ പോലും ഇനിയിപ്പോൾ ഞാൻ ജയിക്കും എന്ന് വെച്ചാൽ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം എന്നെ പിന്തുണച്ചില്ലായിരുന്നുവെങ്കിൽ പോലും ഞാൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജയിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അമിതാത്മവിശ്വാസമാണോ, ഇനി അതല്ല ഒരു UDFകാരൻ്റെയും വോട്ട് കൊണ്ടല്ല ഞാൻ ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പറച്ചിലാണോ എന്നുള്ള കാര്യം, ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ആഹ്വാനവുമാണോ എന്നുള്ളത് നമ്മളവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഞാൻ എങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്വതന്ത്രനായി ഞാൻ മാറിയപ്പോൾ അവരെനിക്ക് പിന്തുണ, അതായത് UDF പിന്തുണ അറിയിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ വ്യാഖ്യാനം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം കോൺഗ്രസ്സിന് നന്ദി പറയാൻ മടിക്കുന്നില്ല. കോൺഗ്രസ് ആവുന്നതോളം സഹായം ചെയ്തു, അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, രാപ്പകലില്ലാതെ വെയിലും നോക്കാതെ കൃത്യമായി തനിക്ക് ഓരോ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവർ പ്രവർത്തിക്കുകയും അതോടൊപ്പം UDFൻ്റെ അവിടെ അത്രയും കാലം ഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിക്കൊണ്ട് തനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ തനിക്ക് UDFനോട് തീർത്താ തീരാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിനോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം അങ്ങോട്ട് പറയുന്നത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇതുവരെ അംഗത്വം എടുക്കാതിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ പുറത്താക്കുകയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് ഞാൻ മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ചേരുന്ന കാര്യമോ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് CPMകാരനായിട്ട് തന്നെയാണ് ജി സുധാകരൻ ജീവിക്കുന്നത്. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അംഗത്വം രാജിവെച്ചിട്ടില്ല, അതോടൊപ്പം താൻ ആകെ ചെയ്തത് ബ്രാഞ്ച് അംഗത്വം പുതുക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് താൻ ചെയ്തത്. എന്ന് വെച്ചാൽ UDFകാരെ കബളിപ്പിച്ച താൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇനി എന്ത് തന്നെയാണെങ്കിലും, അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് എവിടെയൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരമാവധി എന്തൊക്കെ പുലയാട്ട് പറയാമോ അത്രയും പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഞാൻ അംഗത്വം പുതുക്കിയില്ല എന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ മാത്രം പറയുകയും പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്ത് സ്ഥാനാർത്ഥിയായി മാറുന്നു. ഇത് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും UDFകാർ വന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, പ്രവർത്തിക്കുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, തലയിൽ തൊപ്പി വെച്ചു കൊടുക്കുന്നു, കഴുത്തി പൂമാല ഇടിക്കുന്നു എന്ന് വേണ്ട സകലമാന പരിപാടികളും നടത്തി ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ. പാവപ്പെട്ട കോൺഗ്രസ് ഞാനിപ്പോഴും അടിവരയിട്ട് തന്നെ പറയുന്നു.
എന്നിട്ട് ജി സുധാകരൻ എന്താ ചെയ്തത്? ഏറ്റവും ഒടുവിൽ അവിടെ ജയസാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു 50-50 ചാൻസ് ആണ്. അതായത് എച്ച് സലാം ജയിക്കാതിരിക്കാം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സാഹചര്യത്തിലാണ്. കാരണം പാർട്ടിയിലെ കുറച്ചധികം ആൾക്കാരുടെയെങ്കിലും വോട്ട് ജി സുധാകരനിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കമ്മ്യൂണിസ്റ്റുമല്ല കോൺഗ്രസുമല്ല, ജനകീയ സ്വതന്ത്രനായി നിൽക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ UDF ആണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ ആ സഭയിൽ, ആ നിയമസഭയിൽ ഈ ജി സുധാകരൻ ഉണ്ടാവുക UDF-കാരനായിട്ടായിരിക്കും, UDF MLA ആയിട്ടായിരിക്കും, അതിനുമപ്പുറം ഒരു മന്ത്രി എന്നുള്ള നിലയിലായിരിക്കും. അപ്പോൾ അവിടെ ജി സുധാകരൻ ചോദിക്കാൻ, UDF-നോട് ചോദിക്കാൻ സാധ്യതയുള്ളത് മിനിമം ഒരു മന്ത്രിസ്ഥാനം മാത്രം തന്നെ ആയിരിക്കും UDF അധികാരത്തിൽ വന്നാൽ. ഇനി അതല്ല, UDF-നോട് ജി സുധാകരൻ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജനകീയ സ്വതന്ത്രനാണ്, ഒരു പാർട്ടിയിലും അംഗത്വം എടുക്കാതെ നിന്ന അയാൾക്ക് വേണമെങ്കിൽ നിശ്ചയമായും മറ്റൊരു മുന്നണിയിലേക്ക് മാറാവുന്നതുമാണ്. കാരണം അദ്ദേഹം UDF-ലല്ല, അദ്ദേഹം അസോസിയേറ്റ് അംഗമല്ല, UDF-ന്റെ ഒരു ഇതുമല്ല, UDF-ന്റെ പിന്തുണ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അപ്പോഴും പ്രഖ്യാപിച്ചിരുന്നത് താൻ ജനകീയ സ്വതന്ത്രൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂറുമാറ്റം എന്ന് പറയുന്ന ഒരു സാധനം അദ്ദേഹത്തിന് ബാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം LDF-നോടൊപ്പം ചേരുകയും ചെയ്യാം. അവിടെ അതായത് UDF സർക്കാരിനുള്ള അല്ലെങ്കിൽ UDF-നുള്ള പിന്തുണ അദ്ദേഹത്തിന് പിൻവലിക്കാൻ സാധിക്കും. ഇനി അഥവാ LDF ആണ് അധികാരത്തിൽ കയറുന്നതെങ്കിൽ തിരിച്ചിതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യാം. അതായത് LDF-ന് പിന്തുണ, ഇപ്പം അത്യാവശ്യം 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജി സുധാകരൻ LDF-ന് പിന്തുണ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നുമില്ല. ആ സംശയത്തിൻ്റെ ഘടകമേ ഇല്ല. എച്ച് സലാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എവിടേക്ക് ജി സുധാകരൻ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുകയും തിരിച്ച് ജി സുധാകരനെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. അവിടെ വന്നിട്ട് മന്ത്രിസ്ഥാനം ഒന്നും ആവശ്യപ്പെടാൻ പറ്റില്ല. ആ ഭരണകക്ഷിയിൽ അദ്ദേഹം ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അതേസമയം ഇവിടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്ന UDF ആണ്. അതായത് തങ്ങൾക്ക് തങ്ങൾക്ക് ലഭിക്കാമായിരുന്ന നല്ല ഒന്നാന്തരം ഒരു കൈപ്പത്തി ചിഹ്നത്തിലുള്ള ഒരു MLA വേണ്ട എന്ന് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, അതായത് കോൺഗ്രസിൽ അംഗത്വം എടുക്കാത്ത, ഇതുവരെ ഇടതുപക്ഷ അല്ലെങ്കിൽ CPM-ൽ നിന്നും അംഗത്വം രാജിവെക്കുകയോ CPM-കാർ പുറത്താക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു എന്ന് പറയുന്ന ചരിത്രപരമായ വിഡ്ഢിത്തമാണ് UDF നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, UDF നേതൃത്വം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഇതുവരെ സാധാരണഗതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പാർട്ടിയിൽ നിന്നും ഒരു പിന്തിരിപ്പൻ നടപടി കാണിക്കുന്ന ആരെയും പാർട്ടി പുറത്താക്കുന്നത് പതിവുണ്ട്. പക്ഷേ ജി സുധാകരനെതിരെ നടപടി എടുത്തിട്ടില്ല പാർട്ടി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് അങ്ങനെ യാതൊരു നടപടിയും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിലവിൽ അദ്ദേഹം പാർട്ടി മെമ്പർ തന്നെയാണ്. പാർട്ടിയിൽ അംഗത്വം നഷ്ടപ്പെട്ടിട്ടില്ല, പാർട്ടിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമെന്നോണം അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് എന്നൊരു ധ്വനിപ്പിക്കൽ കൂടിയുണ്ട്. അതോടൊപ്പം കോൺഗ്രസിനുള്ളിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി ജി സുധാകരൻ ആ പ്രസംഗ മധ്യേ പറഞ്ഞു പോകുന്നു. വളരെ സിമ്പിളാണ്. കോൺഗ്രസിനെയും ഈ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് മിക്കവാറും വിമർശിച്ചൊരു വഴിയാക്കാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജി സുധാകരൻ ജനകീയ സ്വതന്ത്രനായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കാള പെറ്റു എന്ന് കേട്ടപ്പോൾ ഉടനെ കയറെടുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതൃത്വം നടത്തിയത്. തങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടായേക്കാമായിരുന്ന കൊള്ളാവുന്ന കൈപ്പത്തി ചിഹ്നത്തിലുള്ള പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്താൻ സാധ്യതയില്ലാത്ത ഒരു നേതാവിനെ മത്സരിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥാനാർത്ഥിയെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാത്ത ഒരാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ചരിത്രപരമായ വിഡ്ഢിത്തമാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി അമ്പലപ്പുഴയിൽ നടത്തിയിരിക്കുന്നത് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് പറഞ്ഞാൽ അത് തെറ്റാവാൻ സാധ്യതയുമില്ല. എന്ന് വെച്ചാൽ ജി സുധാകരന് ഇപ്പോഴും കൂറ് കമ്മ്യൂണിസത്തോട് തന്നെയാണ്. പലയിടത്തും വിമർശിച്ചിട്ടുണ്ട് എങ്കിലും ജി സുധാകരൻ്റെ കൂറ് കിടക്കുന്ന ഇപ്പം കമ്മ്യൂണിസത്തോട് തന്നെയാണ്. അതുതന്നെയാണ് അദ്ദേഹം ഈ വേദിയിൽ നിന്നുകൊണ്ട് തുറന്നു പറഞ്ഞതും. ഇതൊന്നും കേട്ട് മനസ്സിലാകാത്തവരാണോ കോൺഗ്രസ്സുകാരെന്നറിയില്ല. പക്ഷേ പറ്റിയ ജാള്യത മറച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ നെട്ടോടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലം ആ UDF-കാരെ പറ്റിച്ചു, UDF-കാരെ രാപ്പകല് അധ്വാനിച്ചു, വെയിലത്തും മഴയത്തും പോയി വോട്ട് പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടാണ് ജി സുധാകരൻ ഇപ്പോൾ ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കരുതിയിരിക്കണം കോൺഗ്രസ്സുകാരെ എന്ന് പറയാൻ മാത്രം ഈ വീഡിയോ ഉപയോഗിക്കുന്നു. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.